നിങ്ങളുടെ ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ആശുപത്രി രോഗിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഫാർമസിസ്റ്റിനുള്ള റിലേഷൻ എങ്ങനെയാണ്? മരുന്ന് കൊടുത്ത് കുറിച്ച് അല്ല, ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് അത് എടുത്തു കൊടുക്കുന്ന ഒരു യന്ത്രം പോലെയാണ് ഫാർമസിസ്റ്റുകൾ. ഭൗതികമായിട്ട് യാതൊരു റോളും ഇല്ല. ഒരു കുറിച്ച് കൊടുക്കുന്ന പേപ്പർ നോക്കിയിട്ട് കൊടുക്കുന്ന ഒരു യന്ത്രം, അത്രയേ ഉള്ളൂ. അവരുടെ എന്നാൽ അലോപ്പതി അല്ല, അമേരിക്കയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നേരെ തിരിച്ചാണ്. അതായത് അവിടെ ഡോക്ടർ രോഗം നിർണ്ണയിക്കുന്നു, അതെ, അനലൈസ് ചെയ്യുന്നു. പക്ഷേ മരുന്ന് എഴുതുന്നത്, ഡോസേജും മരുന്നും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഫാർമസിസ്റ്റുകളാണ്. അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലും നെതർലൻഡിലും ക്യൂൻസ്ലാൻഡിലും അങ്ങനെയാണ്. ഷുവർ, 100% ഉറപ്പ്. അപ്പോൾ ഇവരുടെ റോൾ എങ്ങനെയാണ് അവിടെ? ഡോക്ടറുടെ തുല്യ പദവി തന്നെയാണ് ഫാർമസിസ്റ്റിനും. ഡോക്ടറുടെ കടമ എന്ന് പറയുന്നത് ഒരു രോഗിക്ക് സാന്ത്വനമേകി അദ്ദേഹത്തിൻ്റെ എന്താണ് അസുഖം എന്ന് അനലൈസ് ചെയ്യുക എന്ന് മാത്രമാണ്. ഒരു അനലിസ്റ്റാണ് ഡോക്ടർ. അത്രേ ഉള്ളൂ. മരുന്ന് കുറിക്കുന്നത് ഫാർമസിസ്റ്റാണ്. മരുന്ന് കുടിക്കുന്നത് മരുന്നിനെ കുറിച്ച് പഠിച്ചാണ്. ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ അങ്ങനെയാണ്. ഒരു ഫാർമസി സംബന്ധമായ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഫാർമസിസ്റ്റാണ്. മരുന്നിൻ്റെ ഡോസേജ്, മരുന്നിൻ്റെ കാലയളവ് എല്ലാം നോക്കുന്നത്. അപ്പോൾ ഒരു ഫാർമസിസ്റ്റ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഫാർമസിസ്റ്റ് പഠിക്കേണ്ടത് തീർച്ചയായിട്ടും സിംറ്റംസിനെ എത്ര ഡോസേജ് മരുന്ന് കൊടുത്താൽ മാറും, എത്ര ഡോസേജ്, എത്ര കാലയളവ്, എത്ര പ്രായത്തിന്, എത്ര വരെ കൊടുത്താൽ, സൈഡ് എഫക്റ്റുകൾ. അപ്പോൾ ഓരോ മരുന്നുകൾക്കും ഓരോ സൈഡ് എഫക്റ്റ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും, അതാണ് സൈഡ് എഫക്റ്റും പഠിച്ചിരിക്കും. എല്ലാ ഫാർമസിസ്റ്റിനും അറിയാം എന്തൊക്കെ സൈഡ് എഫക്റ്റാണ് ആ മരുന്നൊന്നും. അപ്പോൾ ഇവരെന്തുകൊണ്ടാണ് ഫാർമസിസ്റ്റ് പറഞ്ഞാൽ ഡോക്ടർ കേൾക്കാത്തത്? അത് ഇവിടെയാണല്ലോ അങ്ങനെ ഒരു സിസ്റ്റം. പുറത്ത് അങ്ങനെ സിസ്റ്റം ഇല്ല. പുറത്ത് തീർച്ചയായും കൺസിഡർ ചെയ്യുക അവരാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോക്ടറും ഫാർമസിസ്റ്റുമായിട്ട് ഫസ്റ്റ് ഇത് ചെയ്യണം. അവർ ഒരുമിച്ചാണ് ഇരിക്കുന്നത്, ഒരു ക്യാബിനിലിരിക്കണം. ഡോക്ടറും ഫാർമസിയും ഒരേ ക്യാബിനിലിരിക്കണം, ഒരേ തട്ടിൻ്റെ ഒരു നാണയത്തിന് ഇരുവശങ്ങൾ ഒരുമിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫാർമസിസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ മരുന്ന് പഠിക്കുന്നത്. മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും, മരുന്നിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുകയും ചെയ്യേണ്ട ആൾ തീർച്ചയായിട്ടും ഫാർമസിസ്റ്റാണ്. അപ്പോൾ ഇവർ ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിന് ഡയറക്റ്റ് എന്തിനാണ് ഡോക്ടറെ അടുത്ത് പോയി സംസാരിക്കാതെ ഫാർമസിസ്റ്റ് അടുത്ത് സംസാരിക്കാതെ ഡോക്ടറെ അടുത്ത് പോകുന്നത്? കാരണം ശാന്തിക്കാരനെ മണിയടിച്ചാലേ ദൈവം പ്രീതി കിട്ടുള്ളൂ എന്നുള്ള ഒരു പഴയ ധാരണയില്ലേ? ആ ധാരണ വെച്ചാൽ ഇവിടെ ചെയ്യുന്നത്. അവിടെ അതില്ലല്ലോ. അവിടെ ഒരു ഡോക്ടറെയും പോയിട്ട് മണിയടിക്കാൻ വേണ്ടി ഒരു റെപ്പ് നിൽക്കില്ലല്ലോ. അവിടെ അങ്ങനെ സിസ്റ്റം ഇല്ലല്ലോ. അവിടെ തിരിച്ചിട്ട് ഇവിടെ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മൾ പഞ്ചമുച്ചടക്കി നിൽക്കുമ്പോൾ അവിടെ വിളിക്കുന്നത് മിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നേഴ്സ് അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റ് ഡോക്ടർ എന്നൊരു ബഹുമാന ഇതില്ല, ഈക്വലൻ്റ് ആണ്. മിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്, മിസ്റ്റർ വാട്സൺ എന്നാണ് വിളിക്കുന്നത്. അങ്ങോട്ട് ഡോക്ടറെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ ഞാൻ ഇതുവരെ പഠിച്ച എൻ്റെ ഒരു കണക്കോട് വീണ്ടും തെറ്റുന്നു. ആ ഒരു അലോപ്പതിക്ക് മരുന്ന് പഠിപ്പിക്കാൻ കൊടുക്കുന്നത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്. എന്നൊരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഞങ്ങളാണ് ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. സത്യത്തിൽ അവരെ അല്ല പറഞ്ഞ് മനസ്സിലാക്കേണ്ടുന്നത്, ഫാർമസിസ്റ്റിനാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടുന്നത്. ഫാർമസിസ്റ്റ് എന്നുള്ളത് ഓൾറെഡി മെഡിസിനെ കുറിച്ച് അറിയാം. ഇവൻ എന്നുള്ളൊരു പ്രൊമോട്ടറാണ്. ഈ റെപ്പ് എന്ന് പറയുന്നൊരു പ്രൊമോട്ടറാണ്. അവന്റെ സാധനം കൂടുതൽ ചിലവാക്കാൻ ചെയ്യുന്ന ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് ഈ സെയിൽസ് റെപ്പ് എന്ന് പറയുന്നത്. അവൻ ആരെ മണിയടിച്ചാൽ അവന്റെ സാധനം കൂടുതൽ പോകുന്ന അവൻ ചിന്തിക്കുള്ളൂ. ഫാർമസിസ്റ്റ് എപ്പോഴും അവന്റെ എത്തിക്സ് അനുസരിച്ച് ചെയ്യേണ്ടത് ആ കാൽക്കുലേഷൻ അനുസരിച്ച് മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഡോക്ടർ എഴുതിയ തുണ്ട് നോക്കിക്കൊണ്ട് കറക്റ്റായിട്ട് അവർ ഒരു യന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ആളല്ല ഫാർമസിസ്റ്റ്. ഇവിടെ മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്നവർ ഇവിടെ ആവണം. അങ്ങനെയാണ് നിലനിലല്ലേ. നല്ല അടിപൊളി സാധനമാണല്ലേ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഫാർമസിസ്റ്റിന് എല്ലാ മരുന്നുകളുടെയും സൈഡ് എഫക്റ്റ് കൃത്യമായി അറിയാം. 100% അറിഞ്ഞിരിക്കും. ഡോക്ടർക്ക് അറിയില്ല. ഡോക്ടർ അതിനെക്കുറിച്ച് അധികമായിട്ട് പഠിക്കുന്നില്ല. അവരെല്ലാം ഫാർമസി സംബന്ധിച്ച് മരുന്ന് കണ്ടതിനെ സംബന്ധിച്ച് ഓടിച്ച് പഠിച്ചു പോകുന്നേ ഉള്ളൂ. ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് പോലെ. എങ്ങനെ ബിടെക്കില് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസി എന്ന് പറയും. ബാക്കി ബിടെക്കിന്റെ ഏത് കോഴ്സ് നിങ്ങൾ എടുത്ത് നോക്കിയാലും ഒരു സ്പെഷ്യലൈസിംഗ് ഉണ്ട്. ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ എല്ലാത്തിനെ കുറിച്ച് പഠിച്ചു പോകുന്നില്ല, ഒന്നിനും സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അജ്ഞതയാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ നോക്കുമ്പോൾ ഡോക്ടർ ഏറ്റവും വലിയാണ്. ഡോക്ടറാണ് ഏറ്റവും വലിയാണ്. അപ്പൊ മരുന്ന് കുടിക്കുന്നതിന് ആൾക്കാർ പോകുന്നത് ഇനിയെങ്കിലും ഫാർമസിസ്റ്റിനെ പോയി കാണണം. അനലൈസിന് ശേഷം അവിടുത്തെ രോഗനിർണയം നടന്നതിന് ശേഷം ഏത് മരുന്നാണ് മേടിക്കേണ്ടതെന്ന് നേരെ ഒരു ഫാർമസിസ്റ്റിന്റെ അടുത്ത് പോവാ. ഈ ഫാർമസിസ്റ്റ് ആണ് സത്യത്തിൽ മെഡിക്കൽ സ്റ്റോർ നടത്തുന്നത്. അപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ ഇരിക്കുന്ന ഫാർമസിസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഈ മരുന്നിനെ പറ്റി ആധികാരികമായി സംസാരിക്കാനും പഠിച്ചിട്ടുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാ മരുന്നുകൾക്കും കൊടുക്കുന്നതിന് സൈഡ് എഫക്റ്റ് ഉണ്ടവരോ അറിയോ? എല്ലാത്തിനും ഉണ്ടല്ലോ. ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചോദിച്ചിട്ട് എല്ലാ സൈഡ് എഫക്റ്റുകളും ഉണ്ടെന്ന് നമുക്കറിയാം.
അപ്പോൾ ഈ രോഗങ്ങൾക്കെല്ലാം വെറും ഒരു സാന്ത്വനം മാത്രമല്ലേ മെഡിസിൻ കൊണ്ടുള്ളൂ? കാരണം ഈ പെട്ടെന്ന് സഡൻ എഫക്റ്റാണ് നമ്മുടെ ആൾക്കാർക്ക് ആവശ്യം. ആ ഒരു സൈഡ് എഫക്റ്റിൽ സഡൻ എഫക്റ്റിൽ നമ്മൾ രോഗം പെട്ടെന്ന് പൂർണ്ണമായി മാറ്റുകയല്ല, ഒരു ആശ്വാസം സാന്ത്വനം കൊടുക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ പൂർണ്ണമായിട്ടും മാറ്റി വേറെ പിഴുത് കളയുന്ന ഒരിക്കലും നടക്കില്ല. അത് ഇംഗ്ലീഷ് മരുന്നുകൊണ്ട് വേരോടെ പിഴുത് കളയാൻ എന്നൊരു സമ്പ്രദായം ഇല്ല. വേരോട് പിഴുത് കളയുന്ന ഒരു സമ്പ്രദായം ഇല്ല. അത് ടെമ്പററി മാത്രമേ ഉള്ളൂ, ആശ്വാസം. ഇത് ഒരു പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണോ ആലോപ്പതിയിൽ ഒരു രോഗത്തിനെയും ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റില്ലെന്ന് നിയമമുള്ളത്? അത് ശരിക്കും ഇനിയെങ്കിലും നമ്മുടെ മാൻഡേറ്ററി വാണിംഗ് പോലെ എഴുതി വരേണ്ടതാണ് എല്ലാത്തിനും. അത് ശരിക്കും വരേണ്ടതാണ്. മദ്യപാനം ഇത് കാര്യങ്ങൾ എന്ന പോലെ എഴുതി വരേണ്ട ഒരു കാര്യമാണ്. ഭേദമാക്കാൻ പറ്റില്ല എന്നുള്ളത് എഴുതി വരേണ്ടതാണ്. പക്ഷെ അത് വരില്ല. കാരണം ഇപ്പോൾ ഇവിടെ കച്ചവടമായിട്ടുണ്ട്. അത് എഴുതി വരണം. തീർച്ചയായിട്ടും ഒരു രോഗത്തിനും മരുന്നില്ലെന്നും തടഞ്ഞു നിർത്താൻ പറ്റില്ല, തൽക്കാല ശാന്തിയാണെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ ജിഎൽത്ത് പോലുള്ള ഷെയർ മാർക്കറ്റിൽ പറയുന്ന പോലെ നിങ്ങൾ മാർക്കറ്റ് നിബന്ധനകൾക്ക് വിധേയം എഴുതി വരുന്ന പോലെ ഇതൊരു മാൻഡേറ്ററി കാര്യങ്ങൾ എഴുതി വരേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യമായ കാര്യങ്ങളാണ്. ഇത് മറച്ചു വയ്ക്കുക ഇപ്പോഴും, അല്ലേ? ഇതന്നെ. അപ്പം നിങ്ങളൊരു ഫാർമിസ്റ്റ് ആണ്. തീർച്ചയായിട്ടും ആ തരത്തിൽ ഞാനിതൊന്ന് അപ്ലോഡ് ചെയ്യുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇത് സത്യമാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അപ്ലോഡ് ചെയ്ത ഇത് എന്നെ പോലുള്ള ഓരോ ഫാർമസിസ്റ്റിനും അറിയാവുന്ന കാര്യം. സാധാരണക്കാരൻ്റെ വിഷയം മനസ്സിലാവില്ല ഇത്. പക്ഷെ പുറത്ത് വന്ന് അന്വേഷിച്ചാൽ നിങ്ങൾ ഇപ്പോൾ നെറ്റുണ്ട്, ജസ്റ്റ് ഓൺലൈൻ ലോകം കൈത്തുമ്പില്ല. ഓൺലൈനിൽ ചെക്ക് ചെയ്തോ, അമേരിക്കയിലും ഫിൻലാൻഡിലും ജർമ്മനിയിലും നടക്കുന്ന എന്താണെന്ന് ചെക്ക് ചെയ്തോളൂ നിങ്ങളെല്ലാവരും. ഓക്കെ 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 ഓക്കെ